നമസ്കാരം. ദുരന്തർ 2വിൻ്റെ റിവ്യൂവിനെ കുറിച്ചാണ്. ശരിക്കും നമ്മുടെ ഒന്നാം ഭാഗം എവിടെ പറഞ്ഞു നിർത്തിയോ അതിൻ്റെ എക്സാക്റ്റ് തുടർച്ചയാണ് രണ്ടാം ഭാഗം. അപ്പോൾ അതുപോലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുത്തു പറഞ്ഞ അതിൻ്റെ കോർ തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും. രൺബീറിൻ്റെ പെർഫോമൻസ് അതിഗംഭീരം എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. ഇമോഷണൽ ആയാലും ആക്ഷൻ ആയാലും എല്ലാം വളരെ മികച്ചതായ രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം കടന്ന കടമ്പകൾ, ദുരന്തറിൻ്റെ ലോകം എത്രയായിരുന്നു നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫാർ 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 ബിഗാണ് സെക്കൻഡ് പാർട്ടിലെ നമ്മുടെ ഹംസയ്ക്ക് രൺബീറിന് കടക്കേണ്ട ലോകം. വളരെ വലുതാണ്. അദ്ദേഹം കടന്നു പോകുന്ന ഇമോഷൻസ്, തടസ്സങ്ങൾ എല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മളെ കാണുന്ന പ്രേക്ഷകനെ 4 മണിക്കൂറുള്ള ആ സിനിമയിൽ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ എടുത്തു കാണിക്കാൻ സംവിധായകന് സാധിച്ചു. അതൊരു വളരെ മികച്ച കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. കുറച്ചുകൂടി വികാരതയോടുകൂടി കഥയെ കൈകാര്യം ചെയ്യുകയും നായകൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെയും നായകൻ്റെ പാഷനെയൊക്കെ ഇതിനോട് കോർത്തിണക്കിക്കൊണ്ട് ഒരു അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ നമ്മളെ കൂടി ഫസ്റ്റ് പാർട്ടിൻ്റെ കൂടെ നമ്മളെങ്ങനെ സഞ്ചരിച്ചോ അതിനേക്കാൾ ഒരുപടി മീതെ സെക്കൻഡ് പാർട്ടിൻ്റെ കൂടെ നമ്മളെക്കൊണ്ട് സംവിധായകൻ സഞ്ചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ സിനിമയിലുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും എനിക്ക് വളരെയധികം എന്നെ ടച്ച് ചെയ്ത 1-2 കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, എക്സാക്ട്ലി രൺബീറിൻ്റെ ഇൻട്രോ. അതൊരു 10-15 മിനിറ്റോളം നീളുന്നൊരു ഫൈറ്റ് സീനാണ്. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മളിങ്ങനെ കണ്ണടയ്ക്കാൻ മറന്നുപോയി ഇരിക്കുന്ന നിമിഷങ്ങളാണത്. ഗംഭീരം. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്, ചിലപ്പോൾ സ്പോയിലർ ആയേക്കാം, എങ്കിലും പറയണം തോന്നുന്നു. അത് മാസ് കാണിക്കാൻ ആക്ഷനോ BGM ഒരു പവർഫുൾ ബോഡിയോ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ചിരിയും ഒരു ലൈൻ വാചകവും മാത്രം മതി എന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ചാണ്, ഞാൻ പറയുന്നില്ല. അതൊരു പക്ക ഗൂസംസ് മൂവ്മെൻ്റ് ആയിരുന്നു. ഐ ലവ് റിയലി എൻജോയ് ദാറ്റ് സീൻ. ഫസ്റ്റ് പാർട്ടിലെ വയലൻസ് കണ്ട് കണ്ണടച്ചിട്ടുള്ളവരോട് ഒരു കാര്യം പറയാനുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ അധികം സമയം കണ്ണടയ്ക്കേണ്ടി വരും. ഇതിനകത്ത് കുറച്ചധികം വയലൻസ് ഉണ്ട്. അത് കഥയ്ക്ക് അനിവാര്യമാണ് ആ വയലൻസ് എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഒരാളുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ കളിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് എവിടെ നിന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഒരു സീനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സെക്കൻഡ് പാർട്ടിൽ. കുറച്ചുകൂടി ഇമോഷണലായി അതിൻ്റെ പ്രതികാരമെല്ലാം കുറച്ചുകൂടി ഹൃദയത്തിൽ നിന്ന് ഹേറ്റിൽ നിന്ന് വരുന്ന പോലെ വൈകാരികമായ രീതിയിൽ അതിനെ സംവിധായകൻ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ദുരന്തർ 2 ഫസ്റ്റ് പാർട്ട് എവിടെ നിർത്തിയോ അവിടെ തന്നെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് പാർട്ട് നേടിയ 1000 എത്ര കോടി എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതിനൊരുപടി മീതെ ദുരന്തർ സെക്കൻഡ് പാർട്ട് നേടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനുള്ള വക ദുരന്തർ 2-ലുണ്ട്. ദുരന്തർ 2വിൻ്റെ ലോകം അതിവിശാലമാണ്. കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.